നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. The number you are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടു. ഇവളിത് എവിടെ പോയി? മീനാക്ഷി, മീനാക്ഷി! ഓ, എന്താ കൊറേ നേരമായല്ലോ നിങ്ങൾ മുറ്റത്തും പറമ്പിലും ഒക്കെ കിടന്ന് തൊണ്ട പൊട്ടിക്കുന്നത്? എന്താ കാര്യം? സാവിത്രി, നമ്മുടെ മീനാക്ഷിയെ കണ്ടോ? മീനാക്ഷിയോ? ആ, ഞാനെങ്ങും കണ്ടില്ല. ഇവളുമാരുടെയൊക്കെ കാര്യം തിരക്കി നടന്നാലേ നമ്മൾ വെറുതെ അപമാനിതരാവും. ഞാൻ അവളുടെ മുഖത്ത് പോലും നോക്കാറില്ല. എനിക്കെന്താ ആവശ്യം? അതൊക്കെ പോട്ടെ, എപ്പം മുതലാ കാണാതായത്? ഇന്നലെ രാത്രി മുതലോ അതോ ഇന്ന് രാവിലെ മുതലോ? ഇതിനൊക്കെ അടക്കം ഒതുക്കം ഉണ്ടോ? ചൊല്ലുവിളിയില്ലാതെ കാളക്കൂട്ടങ്ങൾ വളർന്നതുപോലല്ലേ വളർന്നത്. ആ തലതെറിച്ച മാധുരിയുടെ മകളല്ലേ? എന്താ സാവിത്രി ഇങ്ങനെ മോശമായി അവളെ കുറിച്ച് പറയുന്നത്? അവള് ജനിച്ചത് മാധുരിയുടെ മാത്രം മകളായിട്ടല്ലല്ലോ. മീനാക്ഷി സാവിത്രിയുടെ സ്വന്തം ആങ്ങളയുടെ മകളല്ലേ? അവള് ചെമ്പകമംഗലത്തെ കുട്ടിയല്ലേ? പിന്നെ ചെമ്പകമംഗലത്തെ കുട്ടി. അതെ, അവൾ ഏത് കോലത്തെ കുട്ടിയായാലും സാവിത്രി പറയാനുള്ളത് പറയും. എന്താ ഇവിടെ ആകെ ഒരു ബഹളം? എന്താ ദൈവമേ? മോനെ, അവളെ കാണാനില്ലെന്ന്. ആ മീനാക്ഷിയെ. മീനാക്ഷി കാണാനില്ലെന്നോ? അവളെവിടെ പോവാനാ? കുഞ്ഞമ്മാവന്റെ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ടോ ദൈവമേ? സാധാരണ അതും എടുത്തോണ്ട് അവള് പുറത്തേക്ക് പോകുന്നത്. അത് ഞാൻ നോക്കിയില്ല. ജഗദീഷിന്റെ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട്. എന്നാ പിന്നെ ഓട്ടോ പിടിച്ച് അവൾ അമ്പലത്തിലെങ്ങാനും പോയി കാണും. അവൾ അവിടേക്കൊന്നും അല്ല പോയിരിക്കുന്നത്. എന്താ എന്താ നന്ദിനി? അതമ്മേ, രാവിലെ മുതല് മീനാക്ഷിയെ കാണുന്നില്ല. അവൾ അങ്ങനെ ഒരിടത്തും എന്നോട് പറയാതെ പോകുന്നതല്ല. എന്നാലേ അവൾ എവിടാ പോകുന്നേന്ന് ഞാൻ ഇന്നലെ മണത്തറിഞ്ഞു. അത് ഇന്നലെ രാത്രി തന്നെ ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു. അമ്മ എന്നെ തല്ലിയില്ലാന്നേ ഉള്ളൂ. മീനാക്ഷി എവിടെ പോയതാണെന്ന് അറിയാമെങ്കിൽ അത് എവിടെയാണെന്ന് ഞങ്ങളോട് തുറന്നു പറഞ്ഞൂടെ അമ്മയ്ക്ക്? എടാ, അവൾ ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ. അവളുടെ മനസ്സിപ്പോഴും അവരോടൊപ്പം, ആ മാധുരിയുടെ ഇന്ദ്രജയുടെയും കുടുംബത്തോടൊപ്പം. മാധുരി മരിച്ചിട്ട് ഇന്ന് 41-ാം ദിവസം. അവള് നമ്മളെല്ലാം ഒളിച്ചു പോയിരിക്കുന്നതേ മാധുരിയുടെ 41-ാം ബലിയിടാന്. വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ അമ്മേ. ഞാൻ പറഞ്ഞത് സത്യം. കാർത്തിക്, കാറിറക്ക്. മുത്തശ്ശി വെറുതെ. നിന്നോട് കാർ ഇറക്കാനാ പറഞ്ഞത്. നന്ദിനി വാ. അങ്ങനെ മീനാക്ഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അവള് ചെമ്പകമംഗലത്ത് നിന്നും മാധവ മന്ദിരത്തിലേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.